ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിസ്ത്യൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്ക് ബാക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ടാക്ക് ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഇത് ഓൺ ആവുകയാണ്. ടാക്ക് ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഓൺ ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്, അതായത് ടച്ച് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന എന്താണോ അത് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇത് ഓപ്പൺ ആക്കുവാനോ ഒന്നും തന്നെ സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷൻ വരും. ഇത് നമ്മൾ സാധാരണഗതി നമ്മളത് ഓണാക്കുകയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഇത് ഓണായി വരാറുണ്ട്. ചില സ്വിച്ചുകൾ, നമ്മുടെ ഫിസിക്കൽ സ്വിച്ചുകൾ അപ്പോൾ വർക്ക് ചെയ്യുന്നതോടുകൂടി എന്തെങ്കിലും ആക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതോടുകൂടിയും ഇത് ടാക്ക് ബാക്ക് ഓൺ ആവാറുണ്ട്. അങ്ങനെ ഓണാവുകയാണെങ്കിൽ പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് കണ്ടുകൂടാത്തവർക്ക് അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് ഈ ടാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഓണായി ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ഫോണിൽ ഇത് ഓണാവുകയാണ്, ഈ ഒരു ഫീച്ചർ ഓണാവുകയാണെങ്കിൽ ഇതേപോലെ പിന്നെ നമുക്ക് സാധാരണഗതി നമുക്കത് ഉപയോഗിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ടച്ച് ഒരുമാതിരി ഇരിക്കും. അപ്പോൾ അത് എങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും. സാധാരണഗതി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് ഫോണുകൾ നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ചെറിയൊരു സെറ്റിങ്സ് മാത്രം, ഈ ടാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ മാത്രം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് വലിയ പൈസയൊന്നും നമ്മൾ വാങ്ങാറില്ല. എന്നാൽ ചില കണ്ടീഷനിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോകാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഇത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മളുടെ 2 ഫിംഗർ ഉപയോഗിച്ച് വേണം നമ്മളിത് ടച്ച് വർക്ക് ചെയ്യിക്കേണ്ടത്. എന്നിട്ട് സിംഗിൾ ഫിംഗർ ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അത് വർക്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പവർ സ്വിച്ച് ഉപയോഗിച്ച് നമ്മളിത് സ്ക്രീൻ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. നമ്മളിത് ഒറ്റ ഫിംഗറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ വർക്കാവത്തില്ല. എന്നാൽ നിങ്ങൾ രണ്ട് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ ഫോണിലെ പാസ്വേഡ് എന്താണെന്ന് അത് ചോദിക്കും. അപ്പോൾ നമ്മൾ സിംഗിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഒന്നും വരത്തില്ല. കണ്ടാ, നമ്മൾ എത്ര ചെയ്താലും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റ ഫിംഗർ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഒറ്റ ഫിംഗർ ഉപയോഗിച്ച് ഏതാണ് പാസ്വേഡ്, എൻ്റേത് 1980 ആണ്. ഞാൻ ജസ്റ്റ് ഒറ്റ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് 1 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം അത് കൺഫേം ചെയ്യുന്നതിനായിട്ട് 2 ടാപ്പ് ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെ 9 ഒറ്റ ടാപ്പിൽ 9 സെലക്ട് ചെയ്യുക. ഡബിൾ ടാപ്പ് 2 ടാപ്പ് ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്യുക. 8 സെലക്ട് ചെയ്തു. 2 ടാപ്പ് ഉപയോഗിച്ച് നമ്മളത് കൺഫേം ചെയ്യുക. മൂന്നാമത് നമ്മൾ വീണ്ടും 0 വെച്ചു. അപ്പോൾ അത് സെലക്റ്റായി. 2 ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഓക്കെയും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് വഴി നിങ്ങളുടെ സ്ക്രീൻ ഓണായി. ഇനി അത് ഓഫാക്കുന്നതിനായിട്ട് നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ അക്സസിബിലിറ്റി പോയിട്ട് ടാക്ക് ബാക്ക് ഓഫ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 2 ഫിംഗർ ഉപയോഗിക്കാം, സ്വൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുവഴി ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ സാധിക്കും. മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുക, സൈഡിലോട്ടാണെങ്കിൽ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ 2 ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിത് സ്വൈപ്പ് ചെയ്യുന്നു, കണ്ടോ. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒറ്റ ഫിംഗർ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ അത് സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് മിക്കവാറും അക്സസിബിലിറ്റിയിൽ ടാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ട് ഒന്നുകിൽ ഇത് സെലക്ട് ചെയ്യുക. അല്ല ഇതേപോലെ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞ് സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒറ്റ ടാപ്പിൽ അത് സെലക്ട് ചെയ്യുക, 2 ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യുക. ഓക്കെ, കണ്ടോ, ടാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒറ്റ ക്ലിക്കിൽ സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ഉപയോഗിക്കുക, കൺഫേം ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ വരും. ടാക്ക് ബാക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒറ്റ ക്ലിക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാക്ക് ബാക്ക് ഓണായി കിടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഇത് ഓണായി കിടക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഓണാകാം. അപ്പോൾ അങ്ങനെ ഓണാവുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് ഇത് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഒറ്റ ക്ലിക്കിൽ സെലക്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ഉപയോഗിച്ച് അത് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക, 2 ഡബിൾ ടാപ്പ് ഉപയോഗിക്കുക, അത് ഓഫായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റ ഫിംഗർ തന്നെ നിങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.